ദിവ്യ സയ്യരോടുള്ള കോൺഗ്രസുകാരുടെ വിദ്വേഷം അതിന്റെ സകല അതിരുകളും കടന്ന് കുത്തിയൊലിക്കുകയാണ്. ഇന്നലെ മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥൻ ഒരു കുടുംബ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന വീട്ടിലെ 1ാം പൗരൻ എന്നാണ് അതിന് ക്യാപ്ഷൻ നൽകിയിരുന്നത്. ശബരിനാഥൻ ദിവ്യ അയ്യർ ദമ്പതികളുടെ മകനായ മൽഹാർ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ആ ദിവസം അവർ ആഘോഷിക്കുകയായിരുന്നു. തീർത്തും സന്തോഷം മാത്രമുള്ള ആ പോസ്റ്റിൽ പിന്നീട് കണ്ടത് വെറുപ്പും വിദ്വേഷവും വന്ന് നിറയുന്ന കാഴ്ചയാണ്. അത് എതിർപാർട്ടിക്കാർ ചെയ്യുന്നതല്ല. അധപതനത്തിന്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്ന സൈബർ ലോകത്തെ കോൺഗ്രസുകാർ ദിവ്യ അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ദേഷ്യം തീർക്കുന്നതാണ്. തങ്ങളുടെ ഒരു നേതാവാണ് ശബരിനാഥൻ എന്നും അദ്ദേഹത്തിന്റെ കുടുംബം ആണ് ആ ഫോട്ടോയിൽ ഉള്ളത് എന്ന് പോലും ചിന്തിക്കാതെയുള്ള സൈബർ ആക്രമണമാണ് അവിടെ നടന്നത്. പിണറായി വിജയന്റെ വലം കൈയാണ് ദിവ്യ എന്ന രീതിയിലാണ് കമന്റുകൾ. പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ദിവ്യ അയ്യർ എന്ന IAS-കാരി സ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ ഒപ്പം നിൽക്കുന്നതിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? ശബരിനാഥൻ എന്ന രാഷ്ട്രീയക്കാരൻ തന്റെ കുടുംബത്തിനേറെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഈ കുഞ്ഞിന് പേരിട്ടപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഭൂമിയിൽ മഴയുടെ അനുഗ്രഹം വർഷിക്കുന്ന മൽഹാർ രാഗം നമ്മൾ ഇരുവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മകന് പേരിട്ടു മൽഹാർ ദിവ്യ ശബരിനാഥൻ. ആ കുടുംബത്തെ എത്ര നീചമായാണ് ഇപ്പോൾ കോൺഗ്രസുകാർ കടന്നാക്രമിക്കുന്നത്. നല്ല വിവരവും വിദ്യാഭ്യാസവും പുരോഗമന ആശയവും ഉന്നത നിലയിലുള്ള ജീവിത നിലവാരവും ഒക്കെ ഉള്ള രണ്ടുപേരുടെ മകൻ ആ കുട്ടിയുടെ മുടി വളർത്തുകയോ ഇഷ്ടമുള്ള വേഷം ധരിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പബ്ലിക്കായി ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിലൊക്കെ അഭിപ്രായം ഉണ്ടായെന്ന് വരാം. പക്ഷേ അതിലൊരു മാന്യത വേണം. സഭ്യതയുടെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടാകരുത് ഒരു കുടുംബത്തെ കടന്നാക്രമിക്കുന്നത്. അവരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരെ ഉപദേശിക്കാൻ മാതൃകാ പുരുഷന്മാരായ കോൺഗ്രസുകാരുടെ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ കൂടി കോൺഗ്രസുകാരുടെ വൃത്തികെട്ട സംസ്കാരമാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന G. കാർത്തികേയന്റെ മകനും മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥന്റെ പോസ്റ്റിൽ പ്രകടമാകുന്നത്. കുട്ടികളെ തെറിപറഞ്ഞ കേസിൽ പോലീസ് കേസെടുത്ത ചിലരും അതിൽ കമന്റ് ഇട്ടവരിൽ പെടുന്നുണ്ട്. ഇവരെയൊന്നും നിലക്ക് നിർത്താനോ അല്ലെങ്കിൽ അരുതെന്ന് പറയാനോ ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടാകില്ല. കാരണം ഒരെണ്ണം ചത്ത് ചീഞ്ഞിട്ട് വേണം അടുത്തതിന് വളമാകാൻ എന്ന് കരുതി കാത്തിരിക്കുന്ന കൂട്ടരാണിവർ. ശബരിനാഥനെ ഒതുക്കിയാൽ ഒരു സീറ്റ് കൂടി കൂടെ നിൽക്കുന്ന ഏറാൻ മൂടികൾക്ക് കൊടുക്കാം എന്ന ചിന്തയും ഈ നേതാക്കൾക്ക് ഉണ്ടായേക്കും. കോൺഗ്രസുകാരുടെ പ്രധാന ലക്ഷ്യം ശബരിനാഥനോ ആ കുഞ്ഞോ അല്ല, അത് ദിവ്യ അയ്യരാണ്. AKG സെന്റർ, പിണറായി വിജയൻ, CPM എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ വഴി ദിവ്യ CPM-ന്റെ ഒരു ഏജന്റാണ് എന്ന രീതിയിലാണ് ഈ സൈബർ തെമ്മാടികൾ അവിടെ പറഞ്ഞു കൊണ്ടാടുന്നത്. ഇവരുടെ പാരമ്പര്യവും അത് തന്നെയാണ്. നേരത്തെ പല പ്രമുഖ രാഷ്ട്രീയക്കാരെയും അവരുടെ ഭാര്യമാരെയും പച്ചക്ക് തെറിവിളിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇവരുടെ കൂടെ നിന്നിരുന്നു. കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അഴിഞ്ഞാട്ടം നടത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനും ഒന്നും പറയാനില്ലായിരുന്നു. ഇതിപ്പോൾ ആരെയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം നേതാക്കളുടെ കുടുംബത്തെ ഒന്നടങ്കം ചീത്ത വിളിക്കാൻ അവർ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. പുരോഗമനവാദിയായ തൃത്താലയിലെ തോറ്റ MLA VT ബൽറാമോ പുരോഗമനം ഇല്ലാത്ത VD സതീശനോ ഇത്തരം സംഭവങ്ങൾ കാണില്ല, അല്ലെങ്കിൽ കണ്ടതായി നടിക്കില്ല. അതാണ് ഖദറിന്റെ പാരമ്പര്യം. കൂടെയുള്ളവരെ വെട്ടിവീഴ്ത്തി മുന്നേറുക എന്നുള്ളത് അവർ തലമുറകളായി പിന്തുടരുന്ന ഒരു ആചാരമാണ്.